നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പട്ടാളം മാർക്കറ്റിൽ വൻ അഗ്നിബാധ, 5 കടകൾ കത്തിനശിച്ചു. ശബരിമല തന്ത്രിക്കെതിരെ മന്ത്രി VS സുനിൽകുമാർ. തന്ത്രി നടത്തിയത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നും സുപ്രീം കോടതി വിധി അംഗീകരിക്കാത്ത തന്ത്രിയെ മാറ്റണമെന്നും മന്ത്രി. ശക്തനഗറിലെ സ്കൈവാക്ക് പദ്ധതിക്ക് ടെൻഡർ നൽകി. പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ ധാരണ. സ്കൈവാക്ക് അമൃത് പദ്ധതി പ്രകാരം. ഗുരുവായൂരിൽ RSS കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ നിലയിൽ. വാടാനപ്പള്ളിയിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. 8-9 തീയതികളിലെ ദേശീയ പണിമുടക്കിൽ സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ. ഹർത്താലുകളെ നേരിടുമെന്നും വേണ്ടിവന്നാൽ സ്വയം സംരക്ഷണം ഏർപ്പെടുത്തുമെന്നും വ്യാപാരി സംഘടന. ജില്ലയിൽ ഹർത്താലിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ പ്രതികളായിട്ടുള്ളത് 5000-ലധികം പേർ. പ്രതി ചേർത്തവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പട്ടാളം മാർക്കറ്റിൽ വൻ തീപിടുത്തം. പട്ടാള മാർക്കറ്റിലെ 5 കടകൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ഉച്ചയ്ക്ക് 2:55ഓടെയായിരുന്നു സംഭവം. വലിയ കാറ്റിൽ വൈദ്യുതി കമ്പികൾ കൂട്ടിയുരസിയതിനെ തുടർന്ന് തീപ്പൊരി വീണതാണ് തീപിടുത്തത്തിന് കാരണം. തുടർന്ന് കൂട്ടിയിട്ടിരുന്ന ടയറുകളിൽ തീപിടിച്ച് മൊത്തം ആളിക്കത്തുകയും മറ്റ് കടകളിലേക്ക് പടരുകയുമായിരുന്നു. KS ഫ്രാൻസിസ്, CL ഫ്രാൻസിസ്, മോഹനൻ, ജോയ്, ജോണി എന്നിവരുടെ കടകൾക്കാണ് തീപിടിച്ചത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നതും കടയ്ക്ക് പുറത്ത് കൂട്ടിയിട്ടിരുന്നതുമായ വാഹനങ്ങളുടെ പഴയ പാർട്സുകൾ, ഫോം, ഡീസൽ, ഓയിൽ, ഫൈബർ പാർട്സുകൾ എന്നിവയിൽ തീപടർന്ന് ആളിക്കത്തുകയായിരുന്നു. കറുത്ത പുകയും തീയും ഉയരുന്നത് കണ്ട് പട്ടാള മാർക്കറ്റിലും തൃശൂർ ശക്തൻ സ്റ്റാൻഡിലും നിന്നിരുന്ന ജനങ്ങൾ ഭീതിയിലായി. വാഹനങ്ങളുടെ ടാങ്കുകൾക്ക് തീപിടിച്ചത് പൊട്ടിത്തെറിക്ക് കാരണമാകാമെന്നതും ആശങ്കയ്ക്കിടയാക്കി. അതേസമയം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടായതും ഹർത്താലിന്റെ പശ്ചാത്തലത്തിലും ഫയർ എഞ്ചിനുകൾ മറ്റിടങ്ങളിലായതിനാൽ എത്താൻ വൈകിയതും തീ കൂടുതൽ പടരുന്നതിന് കാരണമായി. തുടർന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഏകദേശം ഒരു 2:55 ലീൻ കമ്പികൾ കൂട്ടിമുട്ടി അതിൻ്റെ തീപ്പൊരി ടയറിൽ വീണ് തീ പിടിക്കുകയായിരുന്നു. കത്തുമ്പോൾ വണ്ടികളുടെ പെട്രോൾ ടാങ്കിൽ തീ പിടിച്ച് വണ്ടി ഒന്നാകെ നശിക്കുകയായിരുന്നു. ആ തീപിടുത്തത്തിൽ കടകളുടെ ഷട്ടറുകൾക്കും കട ഉള്ളുകൾക്കും എല്ലാം വമ്പൻ നഷ്ടങ്ങളുണ്ടായി. 2.5 മണിക്കൂറിലേറെ നീണ്ട തീപിടുത്തം ഏറെ ശ്രമഫലമായാണ് അണയ്ക്കാനായത്. മറ്റ് കടകളിലേക്ക് തീ പടരാതെ സൂക്ഷിക്കാനായതും വൻ ദുരന്തം ഒഴിവാക്കി. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, K രാജൻ MLA, സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. ഈ കാറ്റിൽ കൂട്ടിമുട്ടി സ്പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് പിടിച്ചിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ടയറും ഈ പഴയ സാധനങ്ങളും കൂടുതൽ വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തീ പിടിക്കാൻ ഭയങ്കര സാധ്യതയാണ്. TCV തൃശൂർ. തൃശൂർ നഗരത്തെ മുൾമുനയിൽ നിർത്തിയ അഗ്നിബാധയിൽ വെള്ളമില്ലാതെ വലഞ്ഞ് ഫയർഫോഴ്സ്. സഹായമായത് കോർപ്പറേഷൻ ടാങ്കർ ലോറികൾ. പട്ടാള മാർക്കറ്റിലെ അഗ്നിബാധയാണ് ഫയർഫോഴ്സിനെ വലച്ചത്. യഥാസമയം വെള്ളം ടാങ്കറുകളിൽ എത്തിക്കാൻ സാധിക്കാതിരുന്നത് തീ പടർന്നു പിടിക്കാൻ കാരണമായി. ജലസേചന വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഹൈറോഡിലെ കാര്യാലയത്തിലെ കിണറിൽ നിന്നാണ് ഫയർഫോഴ്സ് വെള്ളം ശേഖരിക്കുന്നത്. തീപിടുത്തത്തെ തുടർന്ന് വൈദ്യുതി വിതരണം നിർത്തിവെച്ചതിനെ തുടർന്ന് പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കാതിരുന്നതിനാൽ തീപിടുത്തത്തിന്റെ ആദ്യ മണിക്കൂറിൽ വെള്ളമെത്തിക്കാൻ ഫയർഫോഴ്സിനായില്ല. അടിയന്തരമായി കോർപ്പറേഷൻ ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിച്ചാണ് പ്രതിസന്ധി മറികടന്നത്. ഇതിനകം തന്നെ ജില്ലയിലെ മറ്റ് ഫയർഫോഴ്സ് സ്റ്റേഷനുകളിലേക്ക് നൽകിയ വിവരത്തെ തുടർന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവ സ്ഥലത്തെത്തി. കൊടുങ്ങല്ലൂർ, പുതുക്കാട്, നാട്ടിക, വടക്കാഞ്ചേരി, കുന്നംകുളം, ചാലക്കുടി, മാള, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ യൂണിറ്റും, ഇരിങ്ങാലക്കുടയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. അടിയന്തര സാഹചര്യം നേരിടാൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ നിന്നും സ്വകാര്യ ആംബുലൻസുകളും തീപിടുത്തം നടന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. TCV ന്യൂസ്, തൃശൂർ. ശബരിമല തന്ത്രിക്കെതിരെ വിമർശനവുമായി മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. സുപ്രീം കോടതി വിധി അംഗീകരിക്കാത്ത തന്ത്രിയെ ഉടൻ മാറ്റണമെന്ന് മന്ത്രി പറഞ്ഞു. സ്കൂൾ ഓഫ് ഡ്രാമയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫൈൻ ആർട്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അർണാട്ടുകര ജോൺ മത്തായി സെന്ററിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ തിയേറ്റർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മനുഷ്യ സ്ത്രീ ക്ഷേത്രത്തിലേക്ക് കടന്നതിന്റെ പേരിൽ ശബരിമല നട അടയ്ക്കാൻ ആരാണ് തന്ത്രിക്ക് അധികാരം നൽകിയത്? രാജ്യം ഭരിക്കുന്നവർക്ക് മുകളിലല്ല തന്ത്രി. ശബരിമലയിൽ തന്ത്രി നടത്തിയത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്.
ബ്രാഹ്മണ്യത്തിന്റെ ചട്ടക്കൂടിൽ വിശ്വാസങ്ങളെ ഒതുക്കാനാണ് ശ്രമമെന്നും ആചാരാനുഷ്ഠാനങ്ങൾ സമൂഹത്തിൽ ഉച്ചനീചത്വം ഉണ്ടാക്കുകയാണെന്നും സുനിൽകുമാർ പറഞ്ഞു. ഒരു വ്യക്തി അവിടെ ഇരുന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാലും ഞാൻ തന്ത്രീകരിക്കുന്ന ക്ഷേത്രത്തിൽ ഞാൻ അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ആ തന്ത്രിയെ ഉടനെ അവിടെ മാറ്റാൻ വേണ്ടത്. ആ തന്ത്രിക്ക് അവിടെ എനിക്ക് അധികാരമില്ല. അത് ഭരണഘടനയുടെ മുകളിൽ നിന്ന് മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ മുകളിൽ എല്ലാവരും തന്ത്രി. ബ്രാഹ്മണ്യ പുരോഹിത വർഗത്തിന്റെ എല്ലാ തീട്ടൂരങ്ങളും അംഗീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവര് പറയുന്ന ഹിന്ദു സമൂഹത്തിനുണ്ടോ? ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ ഡി ഷൈജൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സുനിൽ പി ഇളയിടം, ഡോക്ടർ എസ് സുനിൽകുമാർ, പ്രൊഫസർ ജി കുമാരവർമ്മ, വിനോദ് വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ശക്തൻ നഗറിലെ സ്കൈവാക്ക് പദ്ധതിക്ക് ടെൻഡർ നൽകി. പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ ധാരണ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5,30,00,000 ചിലവഴിച്ചാണ് ശക്തൻ നഗറിൽ ആധുനിക രീതിയിലുള്ള സ്കൈവാക്ക് പദ്ധതി നടപ്പാക്കുക. മത്സ്യമാംസ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ ബസ് സ്റ്റാൻഡ്, പ്രദർശന നഗരി എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സ്കൈവാക്ക് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും യാത്രക്കാരും തലങ്ങും വിലങ്ങും പായുന്ന ശക്തൻ നഗറിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സഞ്ചാരപാതയാണ് സ്കൈവാക്കിന്റെ സവിശേഷത. 6 മീറ്റർ ഉയരത്തിൽ 250 മീറ്റർ നീളത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ദിവാൻ ജമുല മേൽപ്പാലം നിർമ്മിക്കുന്ന ഏജൻസിയാണ് 5,30,00,000 രൂപയ്ക്ക് ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത്. വർക്ക് ഓർഡർ നൽകിക്കഴിഞ്ഞാൽ പദ്ധതി താമസിയാതെ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കാൽനട യാത്രികർക്കും വ്യാപാരികൾക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ദൂരീകരിച്ച ശേഷം നിർമ്മാണം ആരംഭിക്കാനാണ് കോർപ്പറേഷന്റെ നീക്കം. വടക്കേ സ്റ്റാൻഡ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനൊപ്പം ശക്തൻ നഗറിൽ സ്കൈവാക്ക് പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ തൃശൂരിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ RSS കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ നിലയിൽ പൊട്ടാതെ കിടന്നിരുന്ന ബോംബ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 5 മണിയോടെ കാര്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ രമേശനാണ് മുറ്റത്ത് പൊട്ടാതെ കിടക്കുന്ന നിലയിൽ പെട്രോൾ ബോംബ് കണ്ടെത്തിയത്. ഉടൻ തന്നെ ഭാരവാഹികളെയും പോലീസിനെയും വിവരമറിയിച്ചു. ടെമ്പിൾ CI C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസെത്തി പരിശോധന നടത്തി. പെട്രോളും മണ്ണെണ്ണയും നിറച്ച് ലുങ്കി കൊണ്ട് തിരിയിട്ട നിലയിലാണ് ബിയർ കുപ്പി കണ്ടെത്തിയത്. CPM പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് RSS ആരോപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് നിന്നുള്ള CPM പ്രവർത്തകർ ഗുരുവായൂരിലും സമീപ പ്രദേശങ്ങളിലും തമ്പടിക്കുന്നുണ്ടെന്നും പ്രാദേശിക ഒത്താശയോടെ ഇവരാണ് ബോംബേറിന് പിന്നിലെന്നും BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് KR അനീഷ് പറഞ്ഞു. ഗുരുവായൂർ നഗരത്തിനകത്ത് ഈ ശബരിമലയിലെ ആചാര ലംഘനം നടന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നടയിലെ ഭക്തന്മാരായിട്ടുള്ള പലരും കട അടക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്വമേധയാ അടച്ചുപോയ സ്ഥാപനങ്ങൾ വരെ ഗുരുവായൂരുകാരല്ലാത്ത, ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്ന അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്ലിപ്പിങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പ്രദേശത്തുള്ള ചില ആൾക്കാർ ഗുരുവായൂരിലെ ചില ആൾക്കാരുമായി കൈകോർത്തുകൊണ്ട് ഗുരുവായൂർ നഗരത്തിൽ നടത്തിയ ഒരു മിന്നലാക്രമണമായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ പോലീസിനെ തിരിച്ചുവിടാൻ പ്രധാനമായിട്ടുള്ള കാരണമുണ്ടായി. 1 വർഷം മുൻപും കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുരുവായൂരിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു. പരിഭ്രാന്തി പരത്തുവാൻ കരുതിക്കൂട്ടിയുള്ള ശ്രമമാണ് സംഭവത്തിന് പിന്നിലെന്നും പരിസരത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചു വരികയാണെന്നും CI അറിയിച്ചു. TCV ഗുരുവായൂർ. ഹർത്താലിനിടെ വാടനപ്പള്ളിയിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. ഗണേശമംഗലത്ത് പ്രവർത്തിക്കുന്ന റോസ് ബൗൾ ഹോട്ടൽ ഉടമ തളിക്കുളം കൈതക്കൽ സ്വദേശി ഫായിസ് അൻവർ, വാടനപ്പള്ളി ബീച്ച് സ്വദേശികളായ പുതിയ വീട്ടിൽ ഫൈസൽ, പുതിയ വീട്ടിൽ മൊയ്നുദ്ദീൻ, കാട്ടൂർ പൊഞ്ഞനം സ്വദേശി കല്ലുങ്കൽ വീട്ടിൽ നവാബ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരിങ്ങാലക്കുട DYSP ഫേമസ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വധശ്രമമാണ് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. 50ഓളം പ്രതികളുള്ള കേസിൽ മറ്റുള്ളവർക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹർത്താലിന്റെ ഭാഗമായുള്ള പ്രകടനം കഴിഞ്ഞെത്തിയ 5 BJP പ്രവർത്തകരാണ് ആക്രമണത്തിനിരയായത്. ഹർത്താൽ തലേന്ന് ഹോട്ടൽ അടപ്പിക്കുന്നതിനെ ചൊല്ലി തർക്കം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഹർത്താൽ ദിനത്തിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചത്. ശ്രീജിത്ത്, സുജിത്ത്, രതീഷ്, കൃഷ്ണൻകുട്ടി, രാമദാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. SDPI പ്രവർത്തകർ തമ്പടിച്ച റോസ് ബൗൾ ഹോട്ടലിൽ ഫോറൻസിക് വിഭാഗവും പോലീസും പരിശോധന നടത്തി. വാടനപ്പള്ളി മേഖലയിൽ പോലീസ് പിക്കറ്റിംഗ് തുടരുകയാണ്. ഇടവേള. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടയ്ക്ക്. തുറന്നോളൂ.
എന്തേത്? ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടയ്ക്ക്. ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ഹർത്താലിനിടെ വാടനപ്പള്ളിയിൽ കർഷക സഹകരണ സംഘത്തിന് കീഴിലുള്ള നീതി ടെക്സ്റ്റൈൽ അടിച്ചു തകർത്ത സംഭവത്തിൽ 14 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. BJP വാടനപ്പള്ളി പഞ്ചായത്ത് അംഗം KB ശ്രീജിത്ത്, KS സുബീൻ, സന്തോഷ്, സുനി, കണ്ടാലറിയാവുന്ന മറ്റ് 10 പേർ എന്നിവർക്കെതിരെയാണ് കേസ്. കഴിഞ്ഞ ദിവസം ഹർത്താലിനിടെ തുറന്ന ടെക്സ്റ്റൈൽ 14 അംഗ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കർഷക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഹർത്താലിനിടെ പുതുക്കാട് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 4 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. BJP നേതാക്കളായ രാജൻ വല്ലച്ചിറ, AG രാജേഷ്, ചന്ദ്രൻ തൊട്ടിപ്പറമ്പിൽ, വൈശാഖ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പൊതുമുതൽ നശിപ്പിച്ച സംഭവത്തിൽ നിരവധി പേർക്കെതിരെ പോലീസ് അന്വേഷണം ശക്തമാക്കി. പുതുക്കാട് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും NCTVയുടെ ക്യാമറ തല്ലി തകർക്കുകയും ചെയ്ത സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പ്രവർത്തകരുടെ പേരിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. 8-9 തീയതികളിലെ ദേശീയ പണിമുടക്കിൽ സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ. ജോലിക്ക് വരാൻ തയ്യാറാകുന്ന തൊഴിലാളികളെ കടകളിൽ എത്തിക്കുമെന്നും വ്യാപാരികൾ അറിയിച്ചു. നിരന്തരമായുള്ള ഹർത്താലുകൾ മൂലം വ്യാപാര മേഖലയ്ക്ക് വൻ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഹർത്താലിനെ ശക്തമായി നേരിടുമെന്നും വേണ്ടിവന്നാൽ സ്വയം സംരക്ഷണം ഏർപ്പെടുത്തി കടകൾ തുറക്കുമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിൽ കടകൾ തുറക്കുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ പോലീസ് തയ്യാറായില്ലെന്നും ഇനി ഹർത്താലിനെ നേരിടാൻ സംഘടനയുടെ കീഴിലുള്ള ബ്ലൂ വളണ്ടിയർ സേന രംഗത്തിറങ്ങുമെന്നും യൂത്ത് വിംഗ് ഭാരവാഹികൾ അറിയിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് MK അബി, ജനറൽ സെക്രട്ടറി പ്രതീഷ് പോൾ, ട്രഷറർ നെയ്സൺ മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹർത്താലിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. സമിതി സംസ്ഥാന ട്രഷറർ ബിന്നി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയ് പ്ലാശ്ശേരി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM ലെനിൻ, ജില്ലാ ട്രഷറർ മിൽട്ടൺ ജെ തലക്കൂട്ടൂർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR അജിത് ബാബു, രവി പുഷ്പഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താലിനെതിരെ പാവറട്ടിയിൽ വ്യാപാരികളുടെ പ്രതിഷേധം. ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഹർത്താലുകൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും നിർബന്ധിത കടയടപ്പിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അക്രമത്തിലും പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ പ്രകടനം നടത്തിയത്. വൈകിട്ട് 6 മണിയോടെ കടകൾ അടച്ച് പ്രതിഷേധ യോഗം ചേർന്ന വ്യാപാരികൾ തുടർന്ന് പാവറട്ടി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു. AJ വർഗീസ്, PK ഔസേപ്പ്, CL റാഫേൽ, സണ്ണി തൊടുവിൽ, PU റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തുടരുന്നു. 37 കേസുകളിലായി 2965 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതുവരെ വിവിധ സ്റ്റേഷനുകളിലായി 151 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 47 പേരെ റിമാൻഡ് ചെയ്തു. അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടുന്നതിനായി ഓപ്പറേഷൻ വിൻഡോയുടെ ഭാഗമായി പോലീസ് അന്വേഷണം ശക്തമാക്കി. തൃശൂർ നഗരത്തിൽ ബുധനാഴ്ച നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസ് ക്യാമറ ബലമായി പിടിച്ചുവാങ്ങി തല്ലിപ്പൊളിച്ച സംഭവത്തിൽ 11 പേരെ കൂടി ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ റിമാൻഡിലായ പ്രതികളുടെ എണ്ണം 16 ആയി. ചേലക്കര നാട്ടിൻചിറയിൽ ഇന്നോവ കാർ മോപ്പടും കൂട്ടിയിടിച്ച് മോപ്പട് യാത്രക്കാരൻ മരിച്ചു. വെള്ളാറുകുളം കണ്ടൻ വീട്ടിൽ 45 വയസ്സുള്ള അബ്ദുൽ റസാഖാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മരത്തിലിടിച്ച് 13 കുട്ടികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മതിലകം അൽ അക്സ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 9 മണിയോടെ കാതിയാളത്തായിരുന്നു അപകടം. കുട്ടികളുമായി പോവുകയായിരുന്ന ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ കുട്ടികളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പിതാവിനെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. നാട്ടിക സ്വദേശി കുന്നത്ത് വീട്ടിൽ മനോഹരനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് G ഗോപകുമാർ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 2017 നവംബർ 26-ന് മകൻ മിഥുനെ കൊലപ്പെടുത്തിയ കേസിലാണ് വിധി. മദ്യപിച്ചെത്തിയ പ്രതി അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് തടയാനെത്തിയ മിഥുനെ പിതാവായ മനോഹരൻ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PJ ജോബി ഹാജരായി.
വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള നിരക്ക് എയർ ഇന്ത്യ ഏകീകരിച്ചു. 12 വയസ്സിന് താഴെ 750 ദിർഹം അടച്ചാൽ മതിയാകും. 12 വയസ്സിന് മുകളിൽ 1500 ദിർഹം അടയ്ക്കണം. രാജ്യത്ത് എല്ലായിടത്തേക്കും ഒരേ നിരക്കാണ് എയർ ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്നത്. പ്രവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് എയർ ഇന്ത്യ നിരക്ക് ഏകീകരിച്ചത്. ഇടവേള. നിങ്ങളിലെ രാജകുമാരിക്ക് ദ രാജമുഖി കളക്ഷൻ ബൈ ജോസ് ആലുക്കാസ്. വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി കേച്ചേരി പുഴയിൽ കയ്യേറ്റവും ജലമൂറ്റലും വ്യാപകം. കർശന നടപടിയെടുക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. വാഴാനി കനാലായ വടക്കാഞ്ചേരി കേച്ചേരി പുഴയിൽ വ്യാപകമായാണ് കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുള്ളത്. പുഴയുടെ ഇരുവശങ്ങളും മണ്ണിട്ട് നികത്തിയാണ് കയ്യേറ്റം. വർഷങ്ങൾക്ക് മുൻപ് നികത്തിയെടുത്ത ഭാഗങ്ങൾ തെങ്ങ് വെച്ച് പിടിപ്പിച്ചും വാഴകൾ നട്ടും കൃഷിഭൂമിയാക്കിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് പുഴയുടെ പല പ്രദേശങ്ങളും വീതി കുറഞ്ഞ അവസ്ഥയിലാണ്. ഇതിനു പുറമെ പുഴയിൽ നിന്ന് വൻതോതിലുള്ള ജലമൂറ്റലും ജലദുരുപയോഗവും വ്യാപകമാണ്. വേനലിൽ പുഴയോരത്തെ പറമ്പുകളിലെ കിണറുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് ടാങ്കറുകളിൽ നിറച്ച് വിൽപ്പന നടത്തുന്നതും പതിവാണ്. കൃഷിക്ക് വൈദ്യുതി സൗജന്യമായതിനാൽ തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷിത്തോട്ടങ്ങളിൽ സ്പ്രിംഗ്ലറുകൾ സ്ഥാപിച്ച് രാവിലെ മുതൽ രാത്രി വരെ അനാവശ്യമായി പ്രവർത്തിപ്പിച്ചാണ് ജലം ദുരുപയോഗം ചെയ്യുന്നത്. ഇത് ജലത്തോടൊപ്പം വൈദ്യുതിയും വലിയ തോതിൽ പാഴാക്കി കളയുകയാണ്. കയ്യേറ്റങ്ങളുടെയും ജലചൂഷണത്തിന്റെയും ഫലമായി വേനൽ ആരംഭിക്കുന്നതോടെ പുഴ വറ്റിവരളുകയാണ് പതിവ്. പുഴ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നും ജലചൂഷണത്തിനും ദുരുപയോഗത്തിനുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പുഴ സന്ദർശിച്ച മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. TCV എരുമപ്പെട്ടി. വീട്ടുമുറ്റത്തെ ചവറക്കൂനയിൽ തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന റിട്ടയർഡ് അധ്യാപിക മരിച്ചു. ഒല്ലൂർ പുറാട്ടുകര ജോണി ഭാര്യ 67 വയസ്സുള്ള റോസിലിയാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. വീട്ടുമുറ്റത്തെ ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു. ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. കോർപ്പറേഷന്റെ ലാലൂർ ഡിവിഷനിലെ കണ്ടിജന്റ് ജീവനക്കാരനായ യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ലാലൂർ പടിക്കലൻ വീട്ടിൽ 36 വയസ്സുള്ള വിശ്വനാണ് മരിച്ചത്. അരനാട്ടുകരയിലെ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ടാഗോർ സെന്റിനറി ഹാളിന് പുറകിലുള്ള മരത്തിലാണ് ഇയാൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ടാഗോർ ഹാളിൽ നടക്കേണ്ടിയിരുന്ന കോർപ്പറേഷന്റെ വികസന സെമിനാർ സമീപത്തെ സ്വകാര്യ ഹാളിലേക്ക് മാറ്റി. അനീതിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ജനഭേരിയുടെ കുറത്തി എന്ന നാടകം തൃശൂരിൽ അരങ്ങേറി. മഹാഭാരതത്തെ ആസ്പദമാക്കി MN വിനയ്കുമാറിന്റെ രചനയിൽ മകൻ അഭിമന്യു സംവിധാനം ചെയ്ത നാടകമാണ് കുറത്തി. വയനാട്ടിലെ ആദിവാസി സംസ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന നാടകത്തിൽ ആദിവാസി സംഗീതത്തിന്റെയും ശാസ്ത്രീയ സംഗീതത്തിന്റെയും സമന്വയം കൂടിയുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന നാടക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം ഗോപി നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മുൻ MLA ബാബു M പാലിശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നാടകാചാര്യൻ പ്രൊഫസർ കുമാരവർമ്മ, സംഘാടക സമിതി ഭാരവാഹികളായ PS ഇക്ബാൽ, V മുരളി എന്നിവർ സംസാരിച്ചു. നാടകത്തിന്റെ ആദ്യ പ്രദർശനം കാണാൻ സ്ത്രീകളടക്കം നിരവധി പേരാണ് എത്തിയത്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള നാടക പ്രദർശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 6:30 അരങ്ങേറുന്ന നാടക പ്രദർശനം ഈ മാസം 7 സമാപിക്കും. ഗുരുവായൂരിലെ RSS കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ സംഘടനകൾ നഗരത്തിൽ പ്രകടനം നടത്തി. പടിഞ്ഞാറനടയിലെ കാര്യാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. RSS താലൂക്ക് കാര്യവാഹക് EM മഹേഷ്, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സേതു തിരുവെങ്കിടം, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C നിവേദിത തുടങ്ങിയവർ സംസാരിച്ചു. പാറമേക്കാവ് ക്ഷേത്രത്തിലെ വേല ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 7 വിശേഷ വഴിപാടായ ചതുശ്ശത നിവേദ്യം നടന്നു. തുടർന്ന് അമ്പലപ്പുഴ വിജയകുമാറിന്റെ അഷ്ടപതി, കളഭാട്ടം എന്നിവയും ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് വൈക്കം ചന്ദ്രന്റെ നേതൃത്വത്തിലും രാത്രി പരക്കാട് തങ്കപ്പന്മാരാരുടെ നേതൃത്വത്തിലും പഞ്ചവാദ്യം അരങ്ങേറി. 8 പേരൂർ ഹരിദാസന്റെ തായമ്പകയും തുടർന്ന് മേൽക്കാവിൽ
ഗുരുതർപ്പണം, കൂർക്കഞ്ചേരിയിലേക്കുള്ള കോമരത്തിന്റെ പുറപ്പാട് എന്നിവയും നടന്നു. രാത്രി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള ഭഗവതിയുടെ 9 ആനപ്പുറത്തെ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. പാറമേക്കാവ് ശ്രീ പത്മനാഭൻ തിടമ്പേറ്റി. ഒളരിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ തൃശൂർ ശ്രീനന്ദനം ഭജൻസ് അവതരിപ്പിച്ച നാദോപാസനയെ തുടർന്ന് പുല്ലഴി പ്രവീണും സംഘവും അവതരിപ്പിച്ച നാദസ്വരമേളം അരങ്ങേറി. 11-ന് ആനയൂട്ട് നടന്നു. ഉച്ചയ്ക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ 7 ആനകൾ അണിനിരന്നു. കുട്ടൻകുളങ്ങര അർജുൻ തിടമ്പേറ്റി. ഉച്ചതിരിഞ്ഞ് നടന്ന പൂരത്തിന് മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. തുടർന്ന് കുടമാറ്റം ഉണ്ടായിരുന്നു. അയ്യന്തോൾ, പുതൂർക്കര, പുല്ലഴി, ഒളരിക്കര ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചത്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. SFIയുടെ നേതൃത്വത്തിൽ EK ബാലൻ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. പുതൂർക്കരയിൽ നടന്ന അനുസ്മരണ സമ്മേളനം SFI മുൻ സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് MS ശരത്, DYFI ജില്ലാ സെക്രട്ടറി PB അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ലെക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. അസോസിയേഷന്റെ ഫോക്കസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് S ശശികുമാർ അധ്യക്ഷനായിരുന്നു. ചെയർമാൻ ഷാജി പാരിപ്പള്ളി, ജനറൽ സെക്രട്ടറി PT ശ്രീകുമാർ, M ഗീത, PK റോയ്, TM യാക്കോബ്, PB ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ തലയോട്ടിയുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയായി. 3 ആഴ്ച മുൻപാണ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്ന് തലയോട്ടി കണ്ടെത്തിയത്. വിശദ പരിശോധനയ്ക്കായി തലയോട്ടി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പട്ടാളം മാർക്കറ്റിൽ വൻ അഗ്നിബാധ, 5 കടകൾ കത്തി നശിച്ചു. ശബരിമല തന്ത്രിക്കെതിരെ മന്ത്രി VS സുനിൽകുമാർ. തന്ത്രി നടത്തിയത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണെന്നും സുപ്രീം കോടതി വിധി അംഗീകരിക്കാത്ത തന്ത്രിയെ മാറ്റണമെന്നും മന്ത്രി. ശക്തൻ നഗറിലെ സ്കൈവാക്ക് പദ്ധതിക്ക് ടെൻഡർ നൽകി. പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ ധാരണ. സ്കൈവാക്ക് അമൃത് പദ്ധതി പ്രകാരം. ഗുരുവായൂരിൽ RSS കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ നിലയിൽ. വാടനപ്പള്ളിയിൽ BJP പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. 8-9 തീയതികളിലെ ദേശീയ പണിമുടക്കിൽ സഹകരിക്കില്ലെന്ന് വ്യാപാരികൾ. ഹർത്താലുകളെ നേരിടുമെന്നും വേണ്ടിവന്നാൽ സ്വയം സംരക്ഷണം ഏർപ്പെടുത്തുമെന്നും വ്യാപാരി സംഘടന. ജില്ലയിൽ ഹർത്താലിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ പ്രതികളായിട്ടുള്ളത് 5000-ലധികം പേർ. പ്രതി ചേർത്തവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.